സർക്കാർ ഒരു കൊല്ലം എടുത്തപ്പോൾ ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം മേടിച്ചു. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. നിങ്ങൾ എന്തെല്ലാം ആക്ഷേപം, എന്തെല്ലാം ഇല്ലില്ല എന്തെല്ലാം ഇല്ലല്ല അത് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. അവിടെ പണി തുടങ്ങി, കഴിഞ്ഞ ദിവസം തുടങ്ങി. നിങ്ങൾ കേൾക്ക്, നിങ്ങൾ എന്തെല്ലാം എന്ന് പറയാം. അവിടെ ആന കയറുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നേരിട്ട് പോയി. മെയിൻ റോഡുണ്ടല്ല, മെയിൻ റോഡിൽ നിന്ന് 200 മീറ്റർ അകലുള്ള സ്ഥലമാണ്. തൊട്ടിപ്പുറത്തൊരു മഠമാണ്, ചുറ്റും വീടുകളാണ് ഉള്ള ഒരു സ്ഥലത്താണ് അവിടെ. ഞാൻ മെയിൻ റോഡിൽ നിന്ന് 200 മീറ്റർ നടന്നാണ് ഈ സ്ഥലത്ത് പോയത്. വ്യാപകമായ പ്രചരണം നടത്തി ആന കയറുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞു. മെയിൻ റോഡ്, മെയിൻ ഹൈവേയുടെ തൊട്ട് സൈഡിൽ തൊട്ടപ്പുറത്തൊരു മഠവും സ്ഥാപനങ്ങളും അതിൻ്റെ അപ്പുറത്തൊരു റിസോർട്ടും ഉള്ള സ്ഥലമാണ്. പച്ചക്കള്ളമാണ് പ്രചരിപ്പിച്ചത്, സ്ഥലത്തെ പറ്റി പ്രചരിപ്പിച്ചത്. സ്ഥലത്ത് ഞങ്ങൾ കല്ലിട്ട് പണി തുടങ്ങി. ഇവരിപ്പോൾ അല്ല കേൾക്ക്, പറഞ്ഞാൽ അതല്ലേ പറഞ്ഞത്. 1 കൊല്ലം എടുത്തിട്ട് പടുത വീട് ആൾക്ക് താമസിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അതന്വേഷിക്കാം ആദ്യം. അതായത് എത്ര ദിവസമായി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് താക്കോല് കൊടുത്തോ? പിന്നെ ഒരു കൊച്ചിൻ്റെ പടം എടുത്തിട്ട് പ്രധാനമന്ത്രി എടുത്തിട്ട് പോയതാണ്, പ്രതിപക്ഷ നേതാവ് എടുത്തിട്ട് പോയതാണ്. ഞങ്ങളാണ് വീടിന് താക്കോല് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പരസ്യം കൊടുക്കാണ്ട് ആ കൊച്ചിന് വേണ്ടി എന്തെല്ലാമാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തതെന്ന് നിങ്ങൾ ആ വീട്ടുകാരോടൊന്ന് ചോദിച്ചു. എന്തെല്ലാമാണ് ഞാനതിന് പരസ്യം ആ കൊച്ചിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഞാൻ ആ വീട്ടിന് വേണ്ടിയിട്ട് എന്തെല്ലാമാണ് പ്രതിപക്ഷ നേതാവ്. ഇതാണ് സൈബർ സംഘം പറയാണ്. പ്രതിപക്ഷ നേതാവ് ആ കൊച്ചിനെ എടുത്തു, പ്രധാനമന്ത്രി ആ കൊച്ചിനെ എടുത്തു, മുഖ്യമന്ത്രി കൊച്ചിനെ എടുത്തിട്ട് താക്കോല് കൊടുത്തു എന്നാണ്. അതായത് ഞങ്ങളാരും ഒന്നും ചെയ്തില്ല. പ്രധാനമന്ത്രിയുടെ എനിക്കറിയില്ല. ഞാൻ ചെയ്ത കാര്യം ഞാൻ വാർത്തയാക്കിയില്ല. കാരണം ഒരു പിഞ്ചു കുഞ്ഞിന് വേണ്ടി ആ കുടുംബത്തിലേക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു എന്ന് അവർ ചോദിച്ച മുഴുവൻ കാര്യങ്ങളും ഞാൻ ആ കുടുംബത്തിന് ചെയ്തു കൊടുത്തിട്ടുണ്ട്, ആ വീട്ടുകാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള വൃത്തികെട്ട പ്രചരണങ്ങളാണ് CPM നടത്തുന്നത്. അതെന്തിനാ ഇവരോട് പറയണെന്തിന്? ഞങ്ങളിത് ബോധ്യപ്പെടുത്തുന്നത് അവരോട് അതിൻ്റെ അകത്ത് സ്ഥലം വാങ്ങി ഞങ്ങൾ പണി തുടങ്ങുമല്ലേ. ഇപ്പൊ ലീഗ് തന്നെ 52 വീട് വെച്ച് കൊടുത്തില്ലേ, അതിന്റെ താക്കോല് കൊടുത്തില്ലേ? എന്തിന്? എന്താ കാര്യത്തിന്? ഞങ്ങൾ എന്തിനാ ഇവര് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അവര് മറുപടി പറഞ്ഞില്ലല്ലോ. 642 കോടി രൂപ പിരിച്ചിട്ട് അവിടെ ചികിത്സാ ചെലവിന് പോലും കാശ് കൊടുത്തില്ല. ഇവരെ വീട്ടിലെ പൈസയാണ് നാട്ടുകാർ. ഞാനടക്കം പൈസ കൊടുത്താണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാനടക്കം പൈസ കൊടുത്താണ്. നാട്ടിലെ ഒരുപാട് ആളുകൾ പൈസ കൊടുത്ത അവിടെ ചികിത്സാ ചെലവിന് പോലും പൈസ കൊടുത്തില്ല, റെന്റ് കൊടുത്തില്ല, പാവങ്ങൾക്ക് ഒരു സഹായവും ചെയ്തു കൊടുത്തില്ല ഇവർ. ഒരു സഹായവും. ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന 142 കുട്ടികളെ പഠിപ്പിക്കുന്നത് MLA മുൻകൈ എടുത്തിട്ട് സ്പോൺസർഷിപ്പ് മേടിച്ചു കൊടുത്തിട്ടാണ്. ഈ 642 കോടി രൂപ ഈ ബാങ്കിൽ കൊണ്ട് ഇട്ടിട്ട് ഈ ഗവൺമെന്റ് ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള എന്ത് സൗകര്യം ചെയ്തു കൊടുത്തു? ഈ 3 വാർഡേ ഉള്ളൂ. 3 വാർഡിലെ 142 കുട്ടികൾ പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്നത് സിദ്ദിഖ് MLA സഹായിച്ചിട്ടാണ്, സ്പോൺസർമാരെ കൊണ്ടുവന്ന്. ഈ സർക്കാർ ഈ കാശ് എന്താ ചെലവാകാത്തത്? ആ ചോദ്യത്തിന് ആദ്യം മറുപടി പറയട്ടെ, എന്നിട്ടല്ലേ പാർട്ടിയുടെ കാര്യം. ഇത് ഞങ്ങളുടെ പാർട്ടിക്കാർ തന്ന പൈസയല്ലേ, മറ്റത് പൊതുജനം. അല്ലല്ല കേൾക്ക്, അല്ലല്ല അത് ഞങ്ങൾ പറഞ്ഞോളാം. അതൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം. ആദ്യം മുഖ്യമന്ത്രി പൊതു ഫണ്ട്, നാട്ടുകാരുടെ പൈസ, ഞാനടക്കമുള്ള ആളുകളുടെ പൈസ കൊടുത്തിട്ട് ആ പൈസ ചെലവാക്കാത്ത എന്താന്ന് പറയും. അപ്പൊ ഞങ്ങൾ ഇതും പറയാം. ഞങ്ങൾ പറയട്ടെ. അല്ലല്ല ഞങ്ങൾ CPM-നോടല്ല, ഗവൺമെന്റിനോടാ, മുഖ്യമന്ത്രിയോടാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ചെലവാക്കിയില്ല? നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചിട്ട് ആ പാവങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല? അതാണ് ഞങ്ങളുടെ ചോദ്യം. അതിന് മറുപടി പറയും.